നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാള സിനിമയിൽ വളർന്നു വരുന്ന ഒരു യുവ നടനെ കുറിച്ചാണ്. മറ്റാരുമല്ല, പയ്യന്നൂരിൻ്റെ സ്വന്തം സന്ദീപ് മേനോൻ. അദ്ദേഹം പയ്യന്നൂർക്കാരനാണെങ്കിലും ബാംഗ്ലൂർ, കൊച്ചി, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് തന്നെ പറയാം. നിരവധി ചില സിനിമകളിൽ ചെറിയ റോളുകളിലൊക്കെ തന്നെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പയ്യന്നൂർക്കാർക്ക് സുപരിചിതനല്ലെങ്കിലും ഇദ്ദേഹത്തെ അടുത്തറിയുന്നവർ നിരവധി ബാംഗ്ലൂർ, എറണാകുളം എന്നീ സിനിമാ മേഖലയിലുള്ളവർക്കെല്ലാം ഇദ്ദേഹത്തെ പരിചയമുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പയ്യന്നൂർക്കാരനായതുകൊണ്ടാണ്. വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം നിരവധി പരസ്യ ചിത്രങ്ങളിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടനവധി ചെറിയ റോളുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ റോളുകളൊക്കെ തന്നെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇതിനോടകം മലേഷ്യ, ദുബായ് എന്നിവിടങ്ങളിൽ ചില പരസ്യ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പോൾ സന്ദീപ് സിനിമയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമസ്കാരം, ഞാൻ സന്ദീപ് മേനോൻ. അപ്പോൾ എന്നെ സാൻഡി എന്നാണ് എല്ലാവരും നിക് നെയിമായിട്ട് വിളിക്കാറ്. സ്ക്രീൻ നെയിം സാൻഡി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ്. നിങ്ങൾ ഈ പയ്യന്നൂർക്കാരന് നിങ്ങൾ എങ്ങനെയാണ് സിനിമ ലോകത്തേക്ക് കടന്നു വന്നത്? സിനിമ എന്ന് പറയുന്നത് എൻ്റെ പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഞാൻ മോഡലിംഗ് വഴിയാണ് സിനിമ രംഗത്ത് എത്തുന്നത്. ഞാൻ പഠിച്ചത് 10th വരെ ഇവിടെയായിരുന്നു. പിന്നെ 11th 12th കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിലേക്ക് മാറി, ബാംഗ്ലൂരിൽ സെറ്റിൽഡായി. അവിടെ നിന്നാണ് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. മോഡലിംഗ് കരിയറിലേക്കുള്ളൊരു ചുവടുവെപ്പ്. അങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തു, പ്രിൻറ്റ് ഷൂട്ട്സ് ചെയ്തു. പിന്നെ അങ്ങനെ ഷൂട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ 3 Idiots മൂവി, ബോളിവുഡിലെ അമീർ ഖാൻ്റെ 3 Idiots മൂവിയിൽ ഒരു ചെറിയ, അതായത് കോളേജ് ക്യാരക്ടർ റോളിൽ ചെറിയൊരു പാർട്ടാവാൻ പറ്റിയതിൽ അവിടെ നിന്നാണ് എൻ്റെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്, മൂവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന് പറയാം. അതായത് ഒരു ചെറിയൊരു എൻ്റെ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്ത ഒരു മൊമെൻ്റാണ്. അതായത് അപ്പോൾ അതിലൊരു ചെറിയൊരു പാർട്ടാവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ പല ഓഫേഴ്സ് വന്നു. അങ്ങനെയാണ് ഞാൻ മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ സാൻഡി, നമ്മുടെ ഈ 3 Idiots നല്ല പോപ്പുലറായ പടമായിരുന്നു അമീർ ഖാൻ്റെ. അതെ. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് വേഷത്തിലുണ്ടായി? കോളേജ് വേഷമാണോ? അങ്ങനെ കോളേജ് വേഷം എന്ന് പറഞ്ഞാൽ അതൊരു കോളേജ് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ബാംഗ്ലൂർ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇങ്ങനെ കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ചെറിയ ക്യാരക്ടറായിട്ട് ചെയ്യാൻ പല വേഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അവർ വിളിച്ചത്. അപ്പോൾ തുടർന്ന് നിങ്ങൾ മലയാള പടത്തിലേക്ക് എപ്പോഴാണ് ഇതിൽ എൻട്രി ചെയ്തത്? മലയാള പടം ഫസ്റ്റ് പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു പടം ആയിരുന്നു. സിനിമ കൊട്ടകയുടെ ബാനറിൽ പ്രൊഡ്യൂസേഴ്സ് അലാവുദ്ദീൻ, ഡോണൽ എക്സ് ആൻഡ് ബിജു മജീദ് സംവിധാനം ചെയ്ത പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞ പടമായിരുന്നു. അതായത് എനിക്കൊന്ന് 2010 റിലീസായിരുന്നു. ഓക്കെ. തുടർന്ന് നിങ്ങൾ ഏത് പടത്തിലാണ് ചെയ്തത്? തുടർന്ന് പിന്നെ ഞാൻ കന്നഡയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തു, ഒരു പരാരി എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം സൂര്യ TV-യിൽ ബിഗ് ബോസ് ഒക്കെ വരുന്നതിന് മുമ്പ് മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു, 16 പേരിൽ ഒരാളായിട്ട്. നിങ്ങൾ ആഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പരസ്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ പിന്നെ പ്രിൻറ്റ് ഷൂട്ട്സും TV ആഡ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തത് പ്രഭുദേവ സാറിൻ്റെ കൂടെ റീപോസ്റ്റ് മാട്രസിൻ്റെ ഒരു ആഡാണ് ചെയ്തത്. അതിപ്പോൾ TV-യിലൊക്കെ വരുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ മാട്രിമോണിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാംരാജിൻ്റെ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ TV-യിൽ ഇപ്പം വരുന്നുണ്ട്. രാംരാജിൻ്റെത് പിന്നെ ഇപ്പോൾ ഈ റീപോസ്റ്റ് പറഞ്ഞ മാട്രസിൻ്റെ ആഡ് വരുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ എനിക്കൊന്ന് വെയിറ്റ് ടു നിക്കാഹിൻ്റെ അതിപ്പോഴും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതെ. നിങ്ങളുടെ ആഗ്രഹം സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? യഥാർത്ഥമായി നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവൻറ്റ്സ് ആണ്. അതെ, ഫാഷൻ റിലേറ്റഡ് ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മോഡലിംഗ്, കുറേ ഇൻ്റർനാഷണൽ മോഡൽസിനെ വെച്ച് നമ്മൾ e-commerce ഷൂട്ട്സ് ഒക്കെ നടത്തുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ മോഡൽസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പം നമ്മൾ അവർക്ക്, അതായത് ഇപ്പോൾ ഫിലിമിന് വേണമെങ്കിലും അല്ലെങ്കിൽ പരസ്യങ്ങൾക്ക് വേണമെങ്കിലും, അപ്പം ഫോറിൻ മോഡൽസിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും ചെയ്തിട്ടുണ്ടോ?
ദുബായിലും ഷൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്, ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്യാറുണ്ട്, മലേഷ്യയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം ബോളിവുഡ് മൂവിയിലേക്ക് ഇപ്പോൾ കുറച്ച് ഫോറിനേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള മോഡൽസ് എൻ്റെ അടുത്തുണ്ട്. മൂവി ഷൂട്ടിനാണെങ്കിലും പരസ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതെ, വെഡിങ് ഇവന്റ്സിനാണെങ്കിലും പല ഇപ്പോൾ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഫോറിനേഴ്സിനെ വെച്ചിട്ട് ഷൂട്ട്സും കാര്യങ്ങളും ചെയ്ത് അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അതെ അതെ അതെ. ബാംഗ്ലൂരാണെങ്കിലും പിന്നെ നിങ്ങൾ പയ്യന്നൂർക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പറയുമോ? ഷുവർ. അച്ഛൻ ഇപ്പോൾ നാട്ടിലുള്ളത് അച്ഛനും അമ്മയാണ്. എനിക്കൊരു സിസ്റ്ററാണ്, ഓൾഡർ സിസ്റ്റർ. അവള് മാരീഡാണ്. അവളുടെ ഫാമിലിയും കൂടെ ബാംഗ്ലൂർ സെറ്റിലാണ്. ഫാദർ റിട്ടയർഡായി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജറായിരുന്നു. എന്താ പേര്? തമ്പാൻ എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ നാട്ടിലിപ്പോൾ അമ്മയും അച്ഛനും മാത്രമാണുള്ളത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ പരസ്യരംഗത്തും സിനിമാ രംഗത്തൊക്കെ അത്യാവശ്യം നിലനിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഇത് ചിത്രങ്ങളും നിങ്ങളെ യാത്രയിലൊക്കെ നിങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? അതായത് ഞാൻ ബാംഗ്ലൂരിലാണ്, അതായത് 12th ശേഷം കംപ്ലീറ്റ്ലി ബാംഗ്ലൂർ സെറ്റിലാണ്. സോ എനിക്ക് കൂടുതൽ വർക്ക് വരുന്നത് കൊച്ചി അല്ലെങ്കിൽ പിന്നെ ചെന്നൈ, അവിടെയാണ് കൂടുതലും പരസ്യങ്ങളൊക്കെ ചെയ്യാറ്. 1-2 പരസ്യങ്ങളും പിന്നെ കോഴിക്കോടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ണൂർ, സ്വന്തം നാട്ടിൽ പയ്യന്നൂരിൽ നിന്നൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മേ ബി പ്രൊഫൈലുകൾ അവിടെ എത്തിപ്പെടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് കറക്റ്റ് വരാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ സിനിമയിൽ പരസ്യത്തിലും ഒക്കെ തന്നെ ഏത് ക്യാരക്ടറൊക്കെയാണ് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ഞാൻ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്ക്രീനിൻ്റെ മുമ്പിൽ വരുന്നത് അമീർ ഖാൻ്റെ 3 Idiots എന്ന് പറഞ്ഞ മൂവിയിൽ അതിലൊരു ചെറിയൊരു രംഗം, അതായിരുന്നു എൻ്റെ തുടക്കം. അതിനുശേഷം പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞ മൂവിയിൽ വൺ ഓഫ് ദി ഹീറോസ് ആയിട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോ, മലയാളി ഹൗസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ്റെ ലാൽ ജോസ് ചിത്രം 7 സുന്ദര രാത്രികളിലുള്ള ഒരു ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിടെക് ആസിഫ് അലിയുടെ മൃദുൽ നായർ ഡയറക്റ്റ് ചെയ്ത, പയ്യന്നൂർക്കാരനായ മൃദുൽ നായർ ഡയറക്റ്റ് ചെയ്ത ബിടെക്കിൽ അതിലൊരു ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കന്നഡ മൂവിയിലൊരു പരാതി എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതുകൂടാതെ സ്നേഹക്കൂട് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോങ്സൊക്കെ റിലീസായിട്ടുണ്ട്. മൂവി യെറ്റ് ടു റിലീസ്. ഇപ്പോൾ 2-3 പ്രൊജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രൊജക്റ്റ് ഇനി ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. താങ്ക് യു. ഇനി പുതിയ പ്രൊജക്റ്റ് ഏതെങ്കിലും ഉണ്ടോ അടുത്ത് പുതിയതിപ്പോൾ ഒരു വെബ് സീരീസിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അത് ബാംഗ്ലൂർ വെച്ചാണ് അതിൻ്റെ ഷൂട്ട്. മേ ബി ഇപ്പോൾ എനിക്കൊന്ന് ഒരു മിഡ് മാർച്ച് ഒക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്. താങ്ക് യു സന്ദീപ്, ഇത്ര നേരം തുര്യം ചാനലിനോട് സംസാരിച്ചതിന് വളരെ സന്തോഷം. തുര്യം ചാനലിനും ഇനിയും ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സന്ദീപിന് കഴിയട്ടെ എന്ന് തുര്യം ചാനലിന് വേണ്ടി ആശംസിക്കുന്നു. തുര്യം ചാനലിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും താങ്ക് യു സോ മച്ച്.